let us discuss a story, An Astrologer's Day, written by R.K. Narayanan. An Astrologer's Day by R.K. Narayanan is a story that deals with his days, events in the life of a good-for-nothing fellow turned into an astrologer to earn his bread and butter. ആർക്കും പ്രത്യേകിച്ചൊരു ഉപകാരമില്ലാത്ത ഒരു മനുഷ്യൻ ആസ്ട്രോളജറായിട്ട് മാറിയിട്ടുള്ള ഒരു കഥയാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. എ സിംഗിൾ ഡേ ബ്രിങ്സ് ഇൻ ഹിസ് ഡ്രാസ്റ്റിക് പാസ്റ്റ് ബാക്ക് ബിഫോർ ഹിം, ബട്ട് ബീങ് എ സ്മാർട്ട് ഫെല്ലോ ഹി ഫൈനലി ഡീൽസ് വിത്ത് ഇറ്റ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭൂതകാലത്തെ ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു മോശം അനുഭവം കൊണ്ടുവരികയും പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്മാർട്ടായിട്ടുള്ള ഇടപെടൽ മൂലം അതിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുന്നതുമാണ് ഈ ഒരു കഥയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്. Theme of an Astrologer's Day. The theme of this story focuses on a single day in the life of an ordinary astrologer who suddenly faces past life in the present drastic situation. നേരത്തെ പറഞ്ഞ തന്നെ. The story has a twist in the tale. The otherwise adventureless life of the astrologer suddenly poses a grave problem from his past life and demands alertness to tackle the situation. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്ത അഡ്വഞ്ചേഴ്സായിട്ട് ഒന്നും സംഭവിക്കാത്ത ഒരു ജ്യോത്സ്യൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരുന്ന ചില ജീവിത സാഹചര്യങ്ങൾ, ഭൂതകാലത്തിൽ ചെയ്തു പോയ ഒരു തെറ്റിൻ്റെ പരിണിത ഫലം നല്ല രീതിയിൽ അവസാനിക്കുന്ന തരത്തിലാണ് ഈ കവിത ചിത്രീകരിച്ചിട്ടുള്ളത്. The story describes of a single day in the lives of the sleepy town of മാൽഗുഡി. മാൽഗുഡി എന്ന് പറഞ്ഞിട്ട് വലിയ ഒച്ചബഹളമൊന്നും ഇല്ലാത്ത ഒരു ടൗണിൽ ഒരു ജ്യോത്സ്യൻ എങ്ങനെ ഒരു ദിവസം ചിലവഴിച്ചു എന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു കഥയിൽ നമുക്ക് കാണാൻ പോകുന്നത്. ഇതിൽ കുറച്ച് ഇൻസിഡൻസ് പറയുന്നുണ്ട്. The story also deals with the darkest side of human nature with its hypocrisies, shrewdness, revengeful nature and selfishness. ഈ സ്റ്റോറിയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ആ ഇരുണ്ട വശമാണ്. അവിടെ കാപട്യമുണ്ട്, കുശാഗ്ര ബുദ്ധിയുണ്ട്, പ്രതികാര സ്വഭാവമുണ്ട്, അതേപോലെ തന്നെ അത്യാഗ്രഹം. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ദ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി ആർ നോ എക്സെപ്ഷൻ ഓഫ് ദീസ് ക്വാളിറ്റീസ് ഓഫ് ഹ്യൂമൻ നാച്ചർ. ഈ കഥയിൽ നമ്മൾ പരിചയപ്പെടുന്ന കുറച്ച് ക്യാരക്ടേഴ്സും മനുഷ്യൻ്റെ ഈ ഒരു ഡാർക്കസ്റ്റ് സൈഡിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരൊന്നല്ല. Finally, all is well. That ends well with the astrologer coming out with flying colors in his examination of befooling his opponent. തന്നെ എതിർത്ത് നിൽക്കുന്ന ആ ഒരു ഒപ്പോണൻറ്റിനെ പറ്റിച്ചുകൊണ്ട് തന്നെയാണ് ഈ കഥ ഈ കഥയിൽ നമ്മൾ പരിചയപ്പെടുന്ന കുറച്ച് ക്യാരക്ടേഴ്സും മനുഷ്യൻ്റെ ഈ ഒരു ഡാർക്കസ്റ്റ് സൈഡിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരൊന്നല്ല. Finally, all is well. That ends well with the astrologer coming out with flying colors in his examination of befooling his opponent. തന്നെ എതിർത്ത് നിൽക്കുന്ന തൻ്റെ ശത്രുവിനെ അത്യാവശ്യം നല്ല രീതിയിൽ പറ്റിച്ചുകൊണ്ട് തന്നെയാണ് ഈ കഥയും പര്യവസാനിക്കുന്നത്. സേവിങ് ഹിസ് ലൈഫ് ആൻഡ് ഓൾസോ സോ ടു ഇറ്റ് ദാറ്റ് ഹി ഡസ് നോട്ട് ഫേസ് ദ മാൻ അഗെയിൻ ഇൻ ഫ്യൂച്ചർ. തൻ്റെ എതിരാളിയെ പറ്റിച്ചുകൊണ്ട് തന്നെ ഇതിലത്തെ ആസ്ട്രോളജർ തൻ്റെ ജീവിതം രക്ഷിക്കുകയാണ്. താൻ കണ്ടുമുട്ടിയ തൻ്റെ ഒപ്പോണൻറ്റിനെ ഇനി ജീവിതത്തിൽ ഒരിക്കലും കാണില്ല എന്ന ഒരു ഉറപ്പ് അദ്ദേഹത്തിന് കഥയിൽ കിട്ടുന്നുണ്ട്. ദ ആസ്ട്രോളജേഴ്സ് ഡേ എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു സാധാരണക്കാരനായിട്ടുള്ള ജ്യോത്സ്യൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങളാണ്. പക്ഷേ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജ്യോത്സ്യനല്ല, ജ്യോത്സ്യൻ ഒട്ടും തന്നെ അറിയാത്ത ഒരു ജ്യോത്സ്യനാണ്. The setting of the story is a town, മാൽഗുഡി. ആർ കെ നാരായണൻ്റെ മിക്ക കഥകളിലും ഉള്ള ഒരു ടൗണാണ് മാൽഗുഡി, which is located in South India near to Madras. It is not a story of contemporary times, but pre-independence time. ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിലുള്ള കഥയല്ല, ഇൻഡിപെൻഡൻസിന് മുമ്പുണ്ടായിട്ടുള്ള ഒരു കഥയാണ്. The story opens at the midday. This is the time when the astrologer opens his business. ഈ ഒരു കഥ തുടങ്ങുന്നത് മിഡ്ഡേയിലാണ് ആസ്ട്രോളജർ തൻ്റെ ജോലി തുടങ്ങുന്നത്. ദ റൈറ്റർ ഡിസ്ക്രൈബ്സ് ഹൗ ഹി ബിഗിൻസ് ഹിസ് ബിസിനസ്. അദ്ദേഹം എങ്ങനെയാണ് തൻ്റെ ജോലി തുടങ്ങുന്നത് എന്ന് റൈറ്റർ വളരെ വ്യക്തമായിട്ട്
വിശദീകരിച്ച് തരുന്നുണ്ട്. ഹി റിമൂവ്സ് ഓൾ ഹിസ് പ്രൊഫഷണൽ എക്യുപ്മെൻറ്റ് ലൈക്ക് കവറേജ്, ഷെൽസ്, ചാർട്ട്സ്, പാൽമിറ റൈറ്റിംഗ് എക്സെട്ര. ഒരു ജ്യോത്സ്യനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കബഡികളുണ്ടാവും അല്ലേ, കബഡികളുണ്ടാവും. അതേപോലെ അതിൻ്റെ ഒരു ചാർട്ട് ഉണ്ടാവും. പിന്നെ കുറച്ച് താളിയോലകളുണ്ടാവും. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഹിസ് ആൾസോ ഡ്രസ്ഡ് ടിപ്പിക്കലി ലൈക്ക് എൻ ആസ്ട്രോളജർ. പിന്നെ അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണ എന്ന് പറഞ്ഞാൽ ശരിക്കൊരു ജ്യോത്സ്യൻ്റെ പോലെയായിരുന്നു. ടു അട്രാക്ട് ദ കസ്റ്റമേഴ്സ്. അങ്ങനെ ഒരു വസ്ത്രധാരണ ഉണ്ടെങ്കിലാണ് കസ്റ്റമേഴ്സ് കൂടുതലായിട്ട് അദ്ദേഹത്തിലേക്ക് ആകൃഷ്ടരായിട്ട് വരികയുള്ളൂ. ഹിസ് ഫോർഹെഡ് ഇസ് ബ്രൈറ്റ് വിത്ത് സാക്രഡ് ആഷ് ആൻഡ് വർമിലോൺ. അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ ഭസ്മക്കുറിയും കുങ്കുമൊക്കെ ഉണ്ടായിരുന്നു. ഹിസ് ഐസ് ആർ അസ്യൂം ടു ഹാവ് പ്രൊഫറ്റിക് ലൈറ്റ് ബൈ ഹിസ് കസ്റ്റമേഴ്സ്. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഒരു ദിവ്യ വെളിച്ചം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഹി വേഴ്സ് എ സഫ്രോൺ ടർബൺ. അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു കാവ്യ വസ്ത്രത്തിലുള്ള തലയ്ക്കെട്ടുണ്ടായിരുന്നു. Thus that astrologer presented himself so perfectly that he was consequently a point of attraction for all the people. അതുകൊണ്ട് തന്നെ അദ്ദേഹം നല്ലൊരു ജ്യോത്സ്യനായിട്ട് എല്ലാവരുടെയും പോയിന്റ് ഓഫ് അട്രാക്ഷനായിട്ട് കാണപ്പെടുന്നുണ്ടായിരുന്നു. ഇനി എടുക്കുന്ന പാഠത്തിൽ നിന്ന് വരുന്ന 2 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ, വൈ ഡിഡ് ദ ആസ്ട്രോളജർ ചൂസ് ദ സ്പോട്ട് അണ്ടർ ദ ടമറിൻഡ് ട്രീ ടു കണ്ടക്ട് ഹിസ് ബിസിനസ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, ഹൗ ഡിഡ് ദ ലൈറ്റനിങ് ഓഫ് ഹിസ് വർക്ക് പ്ലേസ് ഹെൽപ്പ് ദ ആസ്ട്രോളജർ ഇൻ ഹിസ് ബിസിനസ്. അപ്പോൾ ഇതിൻ്റെ 2ൻ്റെ ഉത്തരം നമുക്ക് ഇനി വരുന്ന സ്ലൈഡിൽ കിട്ടും. ദ റൈറ്റർ ഡിസ്ക്രൈബ്സ് ദ പാത്ത് അലോങ് ദ ടൗൺ ഹാൾ പാർക്ക് വെർ ദ ആസ്ട്രോളജർ സിറ്റ്സ് ടു ലേൺ ഹിസ് പെർസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ്. അപ്പോൾ അദ്ദേഹം ഇരിക്കുന്നത് ആ ഒരു ടൗൺ ഹാൾ പാർക്കിലാണ്. ഹി ക്യാരിഡ് ഓൺ ഹിസ് ബിസിനസ് അണ്ടർ എ ടെമറിൻ ട്രീ ഓൺ ദ ടൗൺ ഹാൾ റോഡ്. ഒരു പുളിമരത്തിൻ്റെ ചോട്ടിൽ, ആ ടൗൺ ഹാൾ റോഡിലുള്ള ഒരു പുളിമരത്തിൻ്റെ ചോട്ടിലാണ് അദ്ദേഹം തൻ്റെ ജോലി ചെയ്തിരുന്നത്. ദ പാത്ത് വാസ് ദ റൈറ്റ് പ്ലേസ് ടു ക്യാരി ഓൺ ഹിസ് ബിസിനസ് ആസ് ഇറ്റ് വാസ് ആംബ്ലി ക്രൗഡഡ് വിത്ത് ഡിഫറെൻറ്റ് ട്രേഡ്സ് ആൻഡ് ട്രേഡേഴ്സ് ലൈക്ക് മെഡിസിൻ സെല്ലേഴ്സ്, ഹാർഡ്വെയർ ആൻഡ് ജങ് മജീഷ്യൻസ്, ക്ലോത്ത് സെല്ലേഴ്സ് എക്സെട്ര. അങ്ങനെ ഒരുപാട് കച്ചവടക്കാർ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നത്. അത് അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റിയ, ഒരു ജ്യോത്സ്യന് ഇരിക്കാൻ പറ്റിയ ആപ്റ്റായിട്ടുള്ള സ്ഥലമായിരുന്നു. നെക്സ്റ്റ് ടു ഹിം സാറ്റ് എ ഫ്രൈറ്റ് ഗ്രൗണ്ട്നട്ട് വെൻഡർ ഹൂസ് ഗ്യാസ് ലൈറ്റ് എനേബിൾസ് ഹിം ടു ക്യാരി ഓൺ ഹിസ് ബിസിനസ് ഈവൻ ആഫ്റ്റർ സൺസെറ്റ്. അപ്പോൾ നമുക്കറിയാം, ഈ ഗ്യാസ് ലൈറ്റിൻ്റെ വെളിച്ചത്തിലൊക്കെ ഇരുന്നിട്ട് കടല വറുത്ത് വിൽക്കുന്ന കടല വിൽപ്പനക്കാരൻ അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു കച്ചവടക്കാരനാണ് ഇദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ വെളിച്ചം പറ്റിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ജോലിയും ചെയ്യാമായിരുന്നു. The astrologer was a shrewd person who hardly had any knowledge astrology. ഈ ജ്യോത്സ്യം എന്ന് പറഞ്ഞാൽ ജ്യോത്സ്യത്തിൽ വലിയ ജ്ഞാനമൊന്നും ഉണ്ടായിരുന്ന ഒരു ജ്ഞാനിയൊന്നും ആയിരുന്നില്ല. He just made guesswork when people approached him. അദ്ദേഹം വെറുതെ കുറച്ച് ഊഹങ്ങൾ കൊണ്ടായിരുന്നു ആൾക്കാരെ സമാധാനിപ്പിച്ചിരുന്നത്. He had to work hard to earn his wages. അദ്ദേഹത്തിന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിന് ജീവിത മാർഗം ലഭിച്ചിരുന്നത്. He had absconded from his native village since he didn't want to continue the traditional occupation of his forefathers, that is farming. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൂർവികരൊക്കെ ചെയ്തിരുന്നത് കൃഷിപ്പണിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ നിന്ന് ഒളിച്ചോടി വന്നതാണ്. അവിടെ നിന്ന് വന്നതോടു കൂടിയിട്ട് അദ്ദേഹത്തിന് ഈ ഒരു ജോലിയിൽ തുടരാൻ, ഈ ഒരു പൂർവികർ ചെയ്തിരുന്ന കൃഷിപ്പണി താല്പര്യമില്ലാതായി. He never had any plans to return to his native village. അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള യാതൊരു പ്ലാനും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. He was a mastermind at analyzing human mind and psychology. അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ മനസ്സ് തിരിച്ചറിയാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു. സ്ട്രോങ് പെർസെപ്ഷൻ മേഡ് ഹിം ഡയഗ്നോസ് ദ എക്സാക്ട് പ്രോബ്ലം ഓഫ് ഹിസ് കസ്റ്റമേഴ്സ്. അപ്പോൾ അദ്ദേഹത്തിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കസ്റ്റമേഴ്സിന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം ഉണ്ടാവും, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു എന്നാണ് പറയുന്നത്. കസ്റ്റമേഴ്സ് വുഡ് ഫൈനലി ലീവ് സാറ്റിസ്ഫൈഡ്. അദ്ദേഹത്തിനെ കാണാൻ വരുന്ന കസ്റ്റമേഴ്സൊക്കെ സംതൃപ്തരായിട്ട് തന്നെയാണ് തിരിച്ചു പോകാറ്. അപ്പോൾ ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. നിങ്ങൾക്കൊരു സ്ത്രീ മൂലം ഒരു വിപത്ത് എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഏതെങ്കിലുമൊക്കെ സ്ത്രീകൾ ഏതെങ്കിലുമൊക്കെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ നമുക്ക് ഇന്ന ആൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ ഇയാൾ ജ്ഞാനിയാണ് കേട്ടോ, അങ്ങനെയൊക്കെ ഒരു ചിന്ത വരൽ സ്വാഭാവികമാണ്.
He closed his shop for the day when his neighbor groundnut vendor blew out his light. ഒരു ദിവസം ആ കടല വറുത്ത് വെക്കുന്ന ആൾ നേരത്തെ പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഷോപ്പ് അടച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. On the day under description in the story, the groundnut vendor left and the astrologer was packing up his wares when he located a man standing before him. He perceived him to be his prospective customer. അപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ മുന്നിൽ വന്നിട്ടുള്ള ആ ഒരു വ്യക്തി താൻ പ്രതീക്ഷിക്കുന്ന ആ ഒരു കസ്റ്റമർ ആണെന്നുള്ള ആ ഒരു തിരിച്ചറിവുണ്ടായി. When the astrologer invited him, he posed a challenge before him and his astrological signs. അപ്പോൾ ആ ഒരു ജ്യോത്സ്യൻ അദ്ദേഹത്തിന് ഭാവി ഭൂതം വർത്തമാനം പറയാമെന്ന് പറഞ്ഞ് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം ഒരു ചലഞ്ച് വെക്കുകയാണ്. They have a deal between them. അങ്ങനെ അവർക്കിടയിൽ ഒരു ഡീൽ ഉണ്ടാവുകയാണ്. ദ മാൻ ഗേവ് ഹിം ആൻ അണ. അണ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ നാണയാണ്. ഒരു അണ കൊടുക്കുകയാണ്. ആ അണ കൊടുത്തിട്ട് അദ്ദേഹം പറയാണ്, ആൻഡ് ആസ്ക് ദ ആസ്ട്രോളജർ ടു ആൻസർ ഹിസ് ക്വസ്റ്റ്യൻ ആൻഡ് ഇഫ് ഹി ഡസൻറ്റ് ആൻസർ സാറ്റിസ്ഫാക്ടറിലി ഹി വിൽ ഹാവ് ടു റിട്ടേൺ ദ അണ വിത്ത് ഇൻട്രസ്റ്റ്. അദ്ദേഹം ഈ ഒരു കസ്റ്റമറിന് ഇഷ്ടപ്പെടുന്ന തരത്തിൽ അല്ലെങ്കിൽ സംതൃപ്തി വരുന്ന തരത്തിലുള്ള ഉത്തരം നൽകിയില്ലെങ്കിൽ ഈ ഒരു അണയും അതിൻ്റെ പലിശയും ചേർത്ത് കൊടുക്കണം എന്ന് പറയാണ്. അറ്റ് ദ സെയിം ടൈം ഇഫ് ദ ആസ്ട്രോളജർ ഗേവ് ആൻസർ ദ ക്വസ്റ്റ്യൻ സാറ്റിസ്ഫാക്ടറിലി ഹി വുഡ് ഗീവ് ഹിം 8 അണാസ്. അതല്ല, ഈ ഒരു കസ്റ്റമർ പ്രതീക്ഷിച്ച ഉത്തരം ആ കസ്റ്റമറിന് കിട്ടുകയാണെങ്കിൽ ആസ്ട്രോളജറിന് അദ്ദേഹം 8 അണകൾ കൊടുക്കുമെന്നാണ് പറയുന്നത്. ബട്ട് ഇഫ് ദ ആസ്ട്രോളജർ ഫെയിൽസ് ഹി വുഡ് pay double amount, that is 16 annas to the man. അതല്ല, ഈ ആസ്ട്രോളജർ ഇയാൾക്ക് പ്രതീക്ഷിച്ച ഉത്തരം കൊടുത്തില്ലെങ്കിൽ ആ കസ്റ്റമറിന് 8 അണയുടെ ഡബിൾ, അതായത് 16 അണ കൊടുക്കണം എന്നാണ് പറയുന്നത്. Thus the deal was finalized between them. The astrologer prayed to heaven. Then suddenly the astrologer denied the challenge and requested the man to let him go. ആദ്യം ആസ്ട്രോളജർ ദൈവത്തെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് എന്നിട്ട് പെട്ടെന്ന് പറയാണ്, എനിക്ക് ഈ ചലഞ്ചൊന്നും ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് പറയാണ്. ദ മാൻ സെയ്ഡ് ദാറ്റ് ഹി വിൽ നോട്ട് ലെറ്റ് ഹിം ഗീവ് ഇൻ. ഹി ഹോൾഡ്സ് ഹിം ഇൻ ഹിസ് ഗ്രിപ്പ് ദർ ബൈ മേക്കിംഗ് ദ ആസ്ട്രോളജർ ഷിവർ. അദ്ദേഹം ആ ഒരു കസ്റ്റമർ ഉണ്ടല്ലോ, അയാൾ ഈ ഒരു ആസ്ട്രോളജർ തൻ്റെ മുഷ്ടിക്കുള്ളിലാക്കുകയാണ്. അതോടുകൂടി ആസ്ട്രോളജർ വിറക്കാൻ തുടങ്ങി. Finally, the astrologer realized that he is trapped and has no chance of moving out. അപ്പോഴാണ് ആ ഒരു ആസ്ട്രോളജിക്ക് മനസ്സിലാവുന്നത് താൻ പെട്ടു, ഇനി പുറത്തു പോവാൻ സാധ്യമല്ല. The man turned out to be a criminal by profession. ഈ ഒരു മനുഷ്യൻ, ഈ ഒരു കസ്റ്റമർ വന്നിട്ടുള്ളത് ഇദ്ദേഹം ഒരു ക്രിമിനലാണ് എന്ന് മനസ്സിലാക്കുക. The astrologer shivered and unwillingly accepted the challenge. വിറയലോടാണെങ്കിലും ഒട്ടും താല്പര്യമില്ലെങ്കിലും ആ ഒരു ചലഞ്ച് ആസ്ട്രോളജർ ഏറ്റെടുക്കുകയാണ്. He started telling about some woman, but the man was not satisfied and stopped him. ആസ്ട്രോളജർ ഇദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ത്രീ വിഷയങ്ങളൊക്കെ എടുത്തിട്ടു. പക്ഷേ കസ്റ്റമർ അതിൽ തൽപരനായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, he had a single question, that whether he would get what he was searching for. ആ ഒരു കസ്റ്റമറിന് ഒറ്റ ചോദ്യമാണ് അറിയാണ്ടായിരുന്നത്, താൻ അന്വേഷിച്ചു വന്ന കാര്യം തനിക്ക് നേടാൻ കഴിയുമോ എന്ന്. The man promised the astrologer that if he is satisfied with his answer, he would pay him a rupee. അപ്പോൾ ബെറ്റിൻ്റെ സംഖ്യ ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞു, എനിക്ക് ശരിയായ ഉത്തരം കിട്ടുകയാണെങ്കിൽ ഞാൻ 1 രൂപ തരാമെന്ന് പറയാണ്. The astrologer prayed a few incantations before replying. അപ്പോൾ അദ്ദേഹം കുറച്ച് മന്ത്രങ്ങളൊക്കെ ഉരുവിട്ടു. The astrologer began with his prophecies. അദ്ദേഹം ഇങ്ങനെ ആസ്ട്രോളജർ തൻ്റെ പ്രവചനം തുടങ്ങിയാണ്. By saying to the man that you were left for dead in the past. നിങ്ങൾ മുൻപൊരിക്കൽ ജീവന് വേണ്ടി മല്ലിട്ടിട്ടുണ്ടെന്ന് പറയാണ്. And the knife has passed once on your chest. അതേപോലെ നിങ്ങളുടെ നെഞ്ചിലൂടെ ഒരു കത്തി കയറിയിട്ടുണ്ടെന്ന് പറയാണ്. The man was excited at this information since he had really faced it. ശരിക്കും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, ഈ ഒരു കസ്റ്റമറിൻ്റെ ജീവിതത്തിൽ ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേട്ടപ്പോൾ ഇയാൾക്ക് അത്ഭുതം തോന്നി.
After he got wounded, he was thrown into a well nearby to die. അങ്ങനെ ഇദ്ദേഹത്തിന് മുറിവ് പറ്റിയിട്ട് ഈ ഒരു നെഞ്ചിൽ കത്തി കുത്തി ഇറക്കിയതിന് ശേഷം ഇദ്ദേഹത്തെ കിണറ്റിൽ എറിഞ്ഞു എന്ന് പറയാണ്. എ പാസർ ബൈ saw him and rescued him, and that is how he was saved from dying. അങ്ങനെ ഇയാളെ ഒരു വഴിപ്പോക്കൻ, പാസർ ബൈ എന്ന് പറഞ്ഞാൽ ഒരു വഴിപ്പോക്കൻ, കണ്ടെത്തുകയും അങ്ങനെ അതിൽ നിന്ന് രക്ഷിച്ച് ഇപ്പോൾ ഇദ്ദേഹം മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ വന്ന് നിൽക്കുന്നു. The man was waiting to revenge the culprit who had attacked him and was in search of the culprit who had tried to kill him. അങ്ങനെ ഇപ്പോൾ ഈ ഒരു മനുഷ്യൻ ആ കുറ്റവാളിയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു പ്രതികാരത്തിനായി. അദ്ദേഹത്തിന് ആ ആളെ കണ്ടെത്തുകയും അയാളെ അറ്റാക്ക് ചെയ്യുകയും, തന്നെ ആക്രമിച്ച ആ അക്രമിയെ അറ്റാക്ക് ചെയ്യുകയും അതിനു വേണ്ടിയിട്ട് അയാൾ അന്വേഷിച്ച് നടക്കുകയാണ്. The only thing which the man wanted to know from the astrologer was if he can find his killer. അപ്പോൾ ഈ ഒരു ആസ്ട്രോളജറിൽ നിന്ന് ഈ കസ്റ്റമറിന് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തനിക്ക് ഇപ്പോൾ ആ ഒരു മനുഷ്യനെ, തന്നെ കൊല്ലാൻ ശ്രമിച്ച ആ മനുഷ്യനെ കണ്ടെത്താനാവുമോ ഇല്ലയോ എന്നതാണ്. The astrologer instantly replied that the culprit had died 4 months ago in a far off town. The man was disappointed to hear this. പെട്ടെന്ന് തന്നെ ആസ്ട്രോളജർ മറുപടി പറയാണ്, നിങ്ങൾ അന്വേഷിക്കുന്ന ആ ഒരു കുറ്റവാളി 4 മാസങ്ങൾ മുമ്പ് ദൂരെയുള്ള ഒരു ടൗണിൽ വെച്ച് മരണമടഞ്ഞു. ഇത് കേട്ടപ്പോൾ നമ്മുടെ കസ്റ്റമറിന് വിഷമം തോന്നി, ഡിസപ്പോയിൻറ്റഡ് ആയി. The astrologer identified the name of the man before him as Guru Nayak. ആസ്ട്രോളജർ പിന്നെ ഒരു പ്രവചനം പോലെ കസ്റ്റമറിൻ്റെ പേര് അദ്ദേഹം പറയാതെ തന്നെ പറയാണ്, ഗുരു നായക്. He told the man that his village was a 2 days journey to the north and warned him to go back home and never to travel south again. അതേപോലെ തന്നെ ഇദ്ദേഹം ഇങ്ങനെ പ്രവചനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇദ്ദേഹം പറയാണ് ആ കസ്റ്റമറിൻ്റെ വില്ലേജ് 2 ദിവസം നോർത്തിലേക്ക് ട്രാവൽ ചെയ്താലാണ് എത്തുക. അതേപോലെ തന്നെ അയാളെ വാൺ ചെയ്യാണ്. ജ്യോത്സ്യന്മാരുടെ പ്രത്യേകതയാണ് അതല്ലേ, നമ്മളോട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അതേപോലെ ഇദ്ദേഹത്തോട് പറയാണ്, നിങ്ങൾ ഒരിക്കലും ഇനി സൗത്തിലേക്ക് വരരുത്. He asked him to return to his hometown immediately as his life was in danger if he left his hometown again. അതേപോലെ തന്നെ കസ്റ്റമറിനോട് ആസ്ട്രോളജർ പറയാണ്, ഇനി നിങ്ങൾ നിങ്ങളുടെ നാട് ഉപേക്ഷിച്ച് ഈ സൗത്തിലേക്ക് അല്ലെങ്കിൽ എവിടേക്കെങ്കിലൊക്കെ പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അപകടമുണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ നാട്ടിൽ നിൽക്കുന്നതാണ് സുരക്ഷിത നടപടി എന്ന് പറയാണ്. The man replied that he left home just to search the culprit who had tried to kill him and was interested in knowing if he had died in the worst way. അപ്പോൾ നമ്മളെ കസ്റ്റമർ പറയാണ്, അയാൾ തൻ്റെ നാട് വിട്ടിട്ട് വന്നത് തന്നെ കൊല്ലാൻ ശ്രമിച്ച ആ വ്യക്തിയെ കണ്ടുപിടിക്കാനാണ്. പക്ഷെ ഇപ്പോൾ ഇയാൾക്ക് അറിയേണ്ടത് ആ കൊല്ലാൻ ശ്രമിച്ച ആൾ മരിച്ചു പോയി എന്നാണ് ആസ്ട്രോളജർ പറഞ്ഞത് അല്ലേ. അപ്പോൾ അയാൾ എങ്ങനെയാണ് മരിച്ചത്, അയാൾ നരകിച്ചിട്ട് തന്നെയാണോ മരിച്ചത് എന്നാണ് അറിയേണ്ടത്. The astrologer satisfied him by informing that the culprit was crushed under a lorry. ആ കസ്റ്റമർ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു മറുപടി കൊടുക്കാൻ ആസ്ട്രോളജറിന് കഴിഞ്ഞു. അയാൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അയാളെ കൊല്ലാൻ ശ്രമിച്ച ആൾ ഒരു ലോറി കയറി ചതഞ്ഞരഞ്ഞാണ് മരിച്ചത് എന്ന് പറഞ്ഞു. The man left after giving the astrologer a handful of coins. ഇത് കേട്ടപ്പോൾ പ്രതികാര ബുദ്ധിയോടുകൂടി വന്ന ആ ഒരു കസ്റ്റമർ വളരെയധികം സാറ്റിസ്ഫൈഡായി. അയാൾ ഒരു കൈ നിറച്ചും നാണയങ്ങളെടുത്ത് ആസ്ട്രോളജർക്ക് കൊടുക്കുകയാണ്. The astrologer too winded up his belongings and went home. അങ്ങനെ നമ്മൾ ആസ്ട്രോളജർ തൻ്റെ സാധനങ്ങളൊക്കെ കെട്ടിപ്പെറുക്കി വെച്ച് വീട്ടിലേക്ക് പോയി. The astrologer's wife was waiting for him worriedly since he was unusually late that day. സാധാരണ വരുന്ന നേരം കഴിഞ്ഞിട്ടും തൻ്റെ ഭർത്താവ് വരാൻ താമസിക്കുന്നത് കൊണ്ട് ആസ്ട്രോളജറുടെ ഭാര്യ അദ്ദേഹത്തെ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. The astrologer flung the coins at his wife to count.
ആസ്ട്രോളജർ വീട്ടിലേക്ക് പോയ ഉടനെ തന്നെ തൻ്റെ കയ്യിലെ നാണയങ്ങൾ ഭാര്യയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അത് എണ്ണം പറഞ്ഞു. They were 12.5 anas in all. അത് 12.5 അണാസ് ഉണ്ടായിരുന്നു. She was extremely happy to encounter that big amount. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ എമൗണ്ട് ആയിരുന്നു. അത് എണ്ണിയപ്പോൾ അവൾക്ക് വളരെയധികം സന്തോഷം തോന്നി. She planned to buy jaggery and coconut for their child, who was demanding for sweet for a long time. അങ്ങനെ ഒരുപാട് ദിവസമായിട്ട് കുട്ടികൾ സ്വീറ്റ്സിന് വേണ്ടിയിട്ട് ചോദിച്ചിരുന്നു. കാശ് കയ്യിൽ കിട്ടിയപ്പോൾ ഒരുപാട് പ്ലാനിങ്ങുകൾ ഉണ്ടാവില്ലേ നമുക്ക്? അതേപോലെ നമ്മൾ ആസ്ട്രോളജർ ഭാര്യയും കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്പം ശർക്കരയും കോക്കനട്ടൊക്കെ വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ് കുടുംബം. However, the astrologer looked worried and was not happy like his wife. എന്നിരുന്നാലും നമ്മുടെ ആസ്ട്രോളജർ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അത്രണ്ട് സന്തോഷവാനായി കാണപ്പെട്ടില്ല. He was angry at Guru Nayak as he had cheated him. He promised to give a rupee and actually gave only 12.5 anas. സത്യം പറഞ്ഞാൽ നമ്മൾ ആസ്ട്രോളജർ ഗുരുനായക്ക് തന്നെ ചതിച്ചു എന്ന രീതിയിൽ ദേഷ്യപ്പെട്ടിട്ടിരിക്കുകയായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഗുരുനായക് 1 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കൊടുത്തതോ വെറും 12.5 അണകളാണ്. ആഫ്റ്റർ ഡിന്നർ ഹീസ് ഷെയർഡ് ദ സീക്രറ്റ് ഓഫ് ഹിസ് ലൈഫ് വിത്ത് ഹിസ് വൈഫ്. ലൈഫിലെ സീക്രറ്റ് വൈഫിനോടല്ലാതെ ആരോടെ പിന്നെ ഷെയർ ചെയ്യുക? അപ്പോൾ ആസ്ട്രോളജർ ഷെയർ ചെയ്ത സീക്രറ്റ് എന്താ നോക്കാം. ഹി സെഡ് ദാറ്റ് എ ഗ്രേറ്റ് ബർഡൻ ഓഫ് ഹിസ് ലൈഫ് വാസ് ഗോൺ ദാറ്റ് ഡേ. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഈ ദിവസം പോയിരിക്കുന്നു എന്ന് ആസ്ട്രോളജർ പറയാണ്. ഹി ഓൾവേസ് ഫെൽറ്റ് ദാറ്റ് ഹി ഹാഡ് കിൽഡ് ഗുരുനായക്. ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് എപ്പോഴും തോന്നിയിരുന്നത് അയാൾ ഗുരുനായകിനെ കൊന്നു എന്നാണ്. So the astrologer had run away from his native village due to the fear of being accused as a murderer. അങ്ങനെയാണ് ആസ്ട്രോളജർ തൻ്റെ നാട് വിട്ടു വന്നത്. മറ്റുള്ളവർ തന്നെ ഒരു കൊലയാളി എന്ന രീതിയിൽ കുറ്റപ്പെടുത്തും അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അദ്ദേഹം നാട് വിട്ടത്. He settled in Malgudi and married and decided that he would never return back to his native village. അങ്ങനെ അദ്ദേഹം മാൽഗുഡി എന്ന് പറയുന്ന ആ സ്ഥലത്ത് സെറ്റിലാവുകയും അവിടെ നിന്ന് വിവാഹം കഴിച്ച് ഇനി ഒരിക്കലും തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോവില്ല എന്നൊരു തീരുമാനം എടുക്കുകയും ചെയ്തു. അപ്പോൾ കഥയിൽ നല്ല ട്വിസ്റ്റ് ആയിട്ടുണ്ട് അല്ലേ? ശരിക്കും ആസ്ട്രോളജർ തന്നെയാണ് ഗുരുനായകിനെ കുത്തിയിട്ടുള്ള ആൾ. Actually, the man who tried to kill Guru Nayak was the astrologer himself. So he was able to make accurate predictions about him, though he hardly knew astrology. അതുകൊണ്ട് തന്നെ നമ്മൾ ആസ്ട്രോളജർക്ക് കസ്റ്റമറിനെ കുറിച്ചിട്ട് നല്ല രീതിയിലുള്ള പ്രഡിക്ഷൻ ഉണ്ടാക്കാൻ പറ്റിയെന്നാണ് പറയുന്നത്. ഗുരുനായകിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് ഓൾറെഡി എല്ലാ കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് തന്നെ ഒരു പ്രവചനം പോലെ അദ്ദേഹം അറിയുന്ന കാര്യങ്ങൾ പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ജ്യോത്സ്യം വലിയ വശമൊന്നുമില്ല, അതറിയില്ല. എന്നിട്ട് പോലും അദ്ദേഹം എങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഒന്നാമതായിട്ട് അവിടെ വെളിച്ചം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗുരുനായകിന് ആസ്ട്രോളജറെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ആസ്ട്രോളജർ വളരെ കണ്ണിങ് ആയിട്ട് തന്നെ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്ത്. ദ ആസ്ട്രോളജർ കൺഫെസ്ഡ് ടു ഹിസ് വൈഫ് ദാറ്റ് ഇൻ ഹിസ് യൂത്ത് ഹി വാസ് ഇൻ ടു ബാഡ് കമ്പനി വിത്ത് ഗുരുനായക്. അതുപോലെ തൻ്റെ ഭാര്യയുടെ മുന്നിൽ ആസ്ട്രോളജർ കുമ്പസാരം നടത്തുകയാണ്. തൻ്റെ യൗവനകാലത്ത് താൻ ഗുരുനായകനായിട്ട് ഒരു മോശം കമ്പനിയിലെ അംഗമായിരുന്നു, ഒരു മോശം കൂട്ടുകെട്ടിലെ അംഗമായിരുന്നു. ഹി ഡ്രാങ്ക്, ഗാംബിൾഡ് ആൻഡ് quarreled badly one day and had a fight and had almost killed ഗുരുനായക്. അങ്ങനെ ആസ്ട്രോളജർ കുടിച്ച് ലെക്ക് കെട്ട് ചൂതൊക്കെ കളിച്ച് ലാസ്റ്റ് എന്തുണ്ടാവും? നല്ല അസലായിട്ട് തല്ലുണ്ടായി. ആ ഒരു വഴക്കിൻ്റെ ഇടയിൽ ഗുരുനായകിനെ നമ്മുടെ ആസ്ട്രോളജർ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. This is how life with its unpredictable twist and turns had created an astrologer out of a vagabond. പിന്നെന്ന് വെച്ചാൽ ഈ ഒരു കഥയുടെ അവസാനത്തിൽ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്ത ട്വിസ്റ്റുകൾ ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ
ആസ്ട്രോളജർ ഒരു വാഗാബോണ്ടായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു നാച്ചർ ഉണ്ടായിരുന്നു. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ താൻ ഒരു കൊലയാളിയാണ് എന്നൊരു കുറ്റബോധം ഉണ്ടായിരുന്നു. ആ കുറ്റബോധത്തിൽ നിന്നും അതുപോലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരുന്ന തരത്തിൽ ഒരു അൺപ്രഡിക്റ്റബിൾ ട്വിസ്റ്റ് കഥയിലുണ്ടാവുകയാണ്. കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കുക. വാട്ട് ഈസ് ദ അൺഎക്സ്പെക്റ്റഡ് എൻഡിങ് ഇൻ ദ സ്റ്റോറി ആൻ ആസ്ട്രോളജേഴ്സ് ഡേ? In this story, the most common twist is the surprise ending. The conversation between the astrologer and his wife invites the surprise ending, resolving the suspense and mystery in the mind of the readers by unfolding the past life of the astrologer. അപ്പോൾ ഇതിൻ്റെ അവസാനത്തെ സർപ്രൈസ് എൻഡിങ് എന്ന് പറഞ്ഞാൽ ആസ്ട്രോളജറും ഭാര്യയും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അല്ലേ. വായനക്കാരുടെ ആ ഒരു മനസ്സിന് വലിയൊരു എന്താ പറയുക സസ്പെൻസ് തരുന്ന തരത്തിലാണ് അത് എൻഡ് ചെയ്തത്. വാട്ട് വാസ് ദ എക്യുപ്മെൻറ്റ് ദാറ്റ് ദ ആസ്ട്രോളജർ ക്യാരിയഡ്? നമുക്കറിയാവുന്നത് തന്നെയാണ് അല്ലേ. ഒരു ജ്യോത്സ്യൻ്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടാവുക? പ്രൊഫഷണൽ എക്യുപ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഡസൻ കവറി ഷെൽസ്, എ സ്ക്വയർ പീസ് ഓഫ് ക്ലോത്ത് ആൻഡ് obscure mystic chart on it, a notebook and a bundle of Palmyra writing. Who is Guru Nayak? Guru Nayak is the man whom the astrologer tried to murder several years before the story takes place. ഈ കഥ നടക്കുന്നതിൻ്റെ ഒരുപാട് വർഷം മുന്നേ തന്നെ നമ്മൾ ആസ്ട്രോളജർ കൊല്ലാൻ ശ്രമിച്ച ഒരാളാണ് ഗുരുനായക് അല്ലേ. വെരി ലിറ്റിൽ ഈസ് സെറ്റ് അബൌട്ട് ഗുരുനായക് other than that he has left his village and gone searching for the man who tried to kill him so that he can strangle him to death. പിന്നെ ഗുരുനായകിനെ കുറിച്ചിട്ട് വല്ലാതൊന്നും പറഞ്ഞിട്ടില്ല. തന്നെ കൊല്ലാൻ ശ്രമിച്ച ഒരാളെ തെരഞ്ഞു നടന്ന് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രതികാരദാഹിയായിട്ടുള്ള ഒരു ക്യാരക്ടർ, ദാറ്റ് ഈസ് ഗുരുനായക്. Where did the astrologer stay in a whole day? The setting of an astrologer day is the town hall park. In the story, the vendor locate their stalls all along the path that runs through the town hall park. The text tells us that the immense crowd moves up and down this designated path from morning until night. Thank you.